ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷപ്നാസ് വേൾഡ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കമൻസിനനുസരിച്ചാണ് കേട്ടോ നമ്മൾക്ക് ഇതിന് ചെയ്യാനുള്ള ആ ഒരു മൂഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ കമൻസൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ തോന്നും. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് 2-3-4 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ സത്യം പറയാമല്ലോ, കുറച്ച് ടൈമിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എഡിറ്റിങ് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളും അത് നമുക്ക് കറക്റ്റായി കിട്ടാത്തത് കാരണം ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിട്ട് വരികയാണ്. അപ്പോൾ മക്കളുടെ ഓൺലൈൻ ക്ലാസ്സും എക്സാമും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ടൈം അങ്ങോട്ട് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾ അന്ന് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയതായിരുന്നല്ലോ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് പോയതായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റത്തെ ദിവസത്തെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ആ ഒരു വീഡിയോക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊരു ടൈമിങ്ങും കിട്ടാത്തത് കാരണമാണ് ഇത്രയും ലേറ്റായിട്ട് വന്നത്. ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സോറി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ നല്ല അടിപൊളി കാടമുട്ടയും നൂഡിൽസായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന അതേ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ രാവിലെ പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ നൂഡിൽസ് ഒന്നും റെഡിയാക്കി എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തലേ ദിവസം മക്കൾ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ എന്തായാലും നൂഡിൽസ് മതി എന്നുള്ളത്. അപ്പോൾ എന്നാൽ പിന്നെ അവരുടെ ഇഷ്ടം പോലെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കാടമുട്ടയൊക്കെ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഞാനിവിടെ കാടമുട്ടയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാടമുട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നാൽ പിന്നെ എന്തായാലും നമ്മൾ നൂഡിൽസൊക്കെ കഴിക്കുമ്പോൾ അതിലേക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മുട്ട കൂടെ പുഴുങ്ങിയിട്ട് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ മക്കൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുമ്പോഴേക്ക് ഉമ്മച്ചിയും താത്തയും കൂടെ അവിടെ എന്തൊക്കെയോ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് നൂഡിൽസ് ആവുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ മക്കൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ ആഡ് ചെയ്യരുത് എന്നുള്ളത്. അവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ അതൊരു ഇഷ്ടമില്ലാത്ത പോലെ, പിന്നെ മുട്ട മാത്രം മതി, വെജിറ്റബിൾസ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെഡിയാക്കേണ്ട രീതിയൊക്കെ തലേ ദിവസം കിടന്നപ്പോൾ തന്നെ അവരെല്ലാം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും തന്നെ പെട്ടെന്ന് തന്നെ പണി റെഡിയാക്കി എടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വരാം. അപ്പോഴേക്ക് ഇതാ ഉമ്മച്ചി ഇവിടെ നൂഡിൽസ് വേവിച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നൂഡിൽസ് ആവേണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ തന്നെ ചെയ്യാമെന്ന്, കാരണം എളുപ്പമാണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്നും കിച്ചണിലേക്ക് വരാറില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലാകുമ്പോൾ എന്തായാലും നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ചെറിയൊരു മടി ഉണ്ടാവും. പിന്നെ നമ്മൾ നീ ചെയ്യണ്ടെന്ന് കൂടെ പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു ഹരാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നൂഡിൽസൊക്കെ ആവുകൊണ്ട് ഞാൻ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നൂഡിൽസിൻ്റെ കൂടെയുള്ള പാക്കറ്റിലുള്ള മസാലകൾ മാത്രം ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ചേർക്കരുത് എന്നായിരുന്നു മക്കളുടെ ഒരു ഓർഡർ. അതുകൊണ്ട് തന്നെ അത് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വലിയൊരു പാക്ക്, ഒരു ഫാമിലി പാക്ക് 2 പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മക്കളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ 2 പാക്ക് ഫുള്ളായിട്ട് എടുത്തിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കാടമുട്ട കൂടെ ചേർത്തു. അപ്പോൾ ജസ്റ്റ് 2 മിനിറ്റിൻ്റെ വേവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ കാടമുട്ട അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. കാരണം നമ്മൾ ആ ഒരു മസാലകളൊക്കെ മുട്ടയിലേക്കും കൂടെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പാത്രത്തിൽ വെച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മുട്ടയിലേക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ പിടിക്കുമ്പോൾ മുട്ടയ്ക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നു കേട്ടോ, കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഓവർ കുക്കായി കഴിഞ്ഞാലും നൂഡിൽസ് നമ്മൾ ഒരുപാട് സ്റ്റിക്കി ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അവർക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മുട്ടയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചു.
പിന്നെ നമ്മളൊരു ഫോട്ടോക്ക് ഭംഗിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടെയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി മക്കളൊക്കെ ഏകദേശം ഉണർന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഷിതുമോൻ ഉണർന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതും കൂടെ കാരണമാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ നിന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം എൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ് മുറ്റത്തേക്ക് ഇറങ്ങുക, നമ്മളുടെ ചുറ്റുപാടും തൊടിയിലൊക്കെ വെറുതെ ചുമ്മാ അങ്ങനെ നടക്കുക. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് ചുമന്ന ചീരകൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൊതി, അതുകൊണ്ടുള്ളൊരു തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ചീര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീര പോലെ ഉള്ളതല്ല. ഇത് ലാത്തിച്ചീര, അതുപോലെ റെഡ് പാർസ്ലി എന്നൊക്കെ പറയാറുണ്ട് ഈ ചീരക്ക്. പിന്നെ നമ്മളുടെ വീടിന് ചുറ്റും വെറുതെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പുല്ലൊക്കെ മുളക്കുന്ന അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചുമന്ന ചീരകളും താനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ വിത്ത് പാവി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, താനെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പിന്നെ ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ ചീര കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല. നമ്മളുടെ സാധാരണ ചീര പോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇതും. നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനൊക്കെ ഈ ചീര നന്നായിട്ട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ശരിക്കും ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്തവർ മാത്രമേ ഇത് അവോയ്ഡ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്ന ടൈമിലൊക്കെ, നമുക്ക് ഇതൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ഈ ഒരു ടൈമിലൊക്കെ അല്ലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു ടൈമിലൊക്കെ നമ്മളിതൊക്കെ കഴിക്കണം. പിന്നെ നമുക്ക് ചുറ്റുമുള്ള ഇലക്കറികളും ഇലകളൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കണം. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാനും നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ നമ്മളുടെ കണ്ണിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. നമ്മൾ ഈ ചുമന്ന ചീരയിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 50% അയൺ ഒരു 100 ഗ്രാം ചീരയിൽ തന്നെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയാറുള്ളത്. നമ്മൾ ഈ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അയണും അതുപോലെ കാൽഷ്യം 100 ഗ്രാമിൽ 20% കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അവരൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ചിലർ പറയാറുണ്ട് ഇതിന് കൊഴുപ്പ് ഉണ്ടാവും, വേവ് ആയിക്കഴിഞ്ഞാൽ കൊഴുപ്പ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അത് നമ്മളിത് ചീര പറിച്ചെടുക്കുന്ന ടൈമിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഓവർ മൂത്ത് കഴിഞ്ഞ ഇലകൾ നമ്മൾ എടുക്കരുത്. ഇതിൻ്റെ തളിര് ഭാഗം പൊട്ടിച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ തണ്ടോടുകൂടി തന്നെ അരിഞ്ഞെടുത്തിട്ട് ഉപ്പേരി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറി വെക്കുകയൊക്കെ ചെയ്യുക. അപ്പോഴേക്കും ഇതാ ചെറിയൊരു മഴ വന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും വീടിനകത്തേക്ക് തന്നെ ഓടിക്കയറി. അപ്പോൾ ഓവർ മഴയൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിലൊരു മഴ വന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൊതിയാണല്ലേ. നമ്മൾ മഴയത്തൊക്കെ ഒരുപാട് കളിച്ചതല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ മഴയൊക്കെ കാണുമ്പോൾ അതിലേക്കൊന്ന് ഇറങ്ങാനും മഴ കൊണ്ട് ഇട്ടൊന്ന് ഇരിക്കാനൊക്കെ എല്ലാവർക്കും കൊതിയാവാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. നമ്മളിങ്ങനെ മഴവെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ മഴയത്ത് ഓടി കളിച്ചതും സ്കൂൾ വിട്ടിട്ട് വരുന്ന ആ ഒരു ഫീലൊക്കെ നമുക്ക് ഒരുപാട് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം മഴയത്തൊക്കെ ഒന്ന് കളിച്ചിങ്ങനെ ഇരുന്നു. അപ്പോഴാണ് മക്കളൊക്കെ പറഞ്ഞത് നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ച കേക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കഴിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനാണ്. ചെറിയൊരു മഴ, നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് എല്ലാവർക്കും കൂടിയിട്ട് കേക്ക് കഴിക്കാമെന്ന്. അപ്പോൾ എന്നാൽ ശരി നമുക്ക് കഴിക്കാം, നിങ്ങൾ കേക്കൊക്കെ എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മഴവെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കൊതി ഉണ്ടാവില്ലേ. പക്ഷേ വേറെയുള്ളവർ കാണുമ്പോൾ എന്താ വിചാരിക്കുക എന്നുള്ള ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളത്ര കാര്യമാക്കണ്ട കേട്ടോ. നമ്മളുടെ ഓർമ്മകളൊക്കെ പുതുക്കാനിപ്പോൾ കുറച്ച് സമയം മഴവെള്ളത്തിൽ കളിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ്, നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മക്കളൊക്കെ ഇതാ കേക്കൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടായിരുന്നു ഈ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മളെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസി ബ്രെഡ് കേക്കാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചവരൊക്കെ പറയും നമുക്ക് സാധാരണ കേക്കല്ല, നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള കേക്കാണെന്നൊന്നും നമ്മൾ പറയാതെ ഒന്നും ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മക്കൾക്ക് കേക്ക് കഴിക്കണം എന്നൊക്കെ തോന്നിയാലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. കാരണം നമ്മൾ സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കുക, എന്നിട്ടത് ചൂടാറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മക്കളൊക്കെ അവിടെ ക്ഷമയുടെ എന്താ പറയുക നെല്ലിപ്പട് കിടന്നിട്ട് ഇരിക്കുകയാണ്. നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾ അത്ര ശ്രദ്ധിക്കേണ്ട കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഡിസൈൻ ചെയ്യാനുള്ള ടൂൾസോ പൈപ്പിംഗ് ബാഗ്സോ ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഉള്ള സെറ്റിങ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് നാളെയും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷിതുമോനൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേക്കൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അടിപൊളി ചീരത്തോരനൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ അപ്പുറത്തെ തൊടിയിൽ 2 പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അവർക്കും കൂടെ ഓരോ പീസ് കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായമുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ അടുത്ത് നമ്മൾ ബ്രെഡ് കേക്കാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചീരയൊക്കെ പറിച്ചെടുത്തത് നന്നായിട്ടോ. കാരണം അവിടെയുള്ള ചീരകളൊക്കെ വെട്ടി തെങ്ങിനൊക്കെ വളമിടാനോ ഒക്കെ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ചീരത്തോരൻ റെഡിയാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ചീര രാവിലെ തന്നെ പറിച്ചെടുത്തത് എന്തായാലും നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെസിപ്പി മിസ്സായേനെ. അപ്പോൾ ഞാനിവിടെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടായിരുന്നെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളുടെ റെസിപ്പി കാണാം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷനുമോളും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് സ്പൂണൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കൈ വെച്ചിട്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചിയും താത്തയും മക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് കേക്കൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഷിതുമോനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് കേട്ടാലോ. സൂപ്പറാ? ഇനി വേണോ? ആ, നമുക്ക് നാളെ ഉണ്ടാക്കാം. വേണോ? അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവന് ഭയങ്കര ചമ്മലായിട്ടോ. ഇനി വീഡിയോ എടുത്തത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. വീഡിയോ എടുക്കണില്ല, ഇനി കേക്ക് കഴിച്ചോ? വീഡിയോ എടുക്കണില്ല, കഴിച്ചോ? ഒരു ഫോട്ടോ എടുക്കട്ടെ പച്ചക്ക് കാണാന്. ആ അല്ലല്ലോ, ഫോട്ടോ ആണല്ലോ. അപ്പോൾ ഇനി എന്തായാലും അവനെയൊന്നും കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് വീഡിയോസ് എടുക്കുന്നതൊക്കെ നിർത്തിയിട്ട് 1-2 ക്ലിപ്പ് ഞാൻ അവനെ കാണാതെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊക്കെ നല്ല ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ കേക്ക് കഴിച്ച് കഴിഞ്ഞു. അവനിങ്ങനെ വർത്തമാനം പറയലും കേക്ക് കഴിക്കലും എല്ലാം കൂടെ ആയിട്ട് അവൻ്റെത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു പീസാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഷനുമോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിനക്ക് മതിയായെങ്കിൽ ഞാൻ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ അവളെ കളിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേക്കൊക്കെ എല്ലാവരുടെയും കഴിച്ച് കഴിഞ്ഞു. മഴയൊക്കെ തോർന്നു. നല്ലൊരു മഴ ഇല്ലാന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് തണുക്കാനൊക്കെ പറ്റിയ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഉമ്മച്ചി ഇവിടെ ചീരയൊക്കെ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചീരയൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ചീര പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്കിത് വെന്തതിന് ശേഷം കാണാം കേട്ടോ. നമ്മളിപ്പോൾ പറിച്ചെടുത്തപ്പോൾ നല്ലോണം ഒരു ബക്കറ്റ് നിറയെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അതൊക്കെ നന്നായിട്ട് കഴുകി കൊട്ടയിലിട്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർത്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ തോരനൊക്കെ അരിഞ്ഞെടുക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. തണ്ടോട് കൂടിയിട്ടാണ് അരിയുന്നത്. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ ചീരത്തോരൻ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഓയിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയാകുമ്പോൾ നമ്മളുടെ നാടൻ ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കടുക് ചേർത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നത് കൊണ്ടാണ് കടുകൊക്കെ കൂടുതൽ ചേർത്തത് കേട്ടോ. പിന്നെ നമ്മൾ 2-3 വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി എരിവിന് പാകത്തിന് കുറച്ച് കാന്താരിമുളക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീര ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും മുളകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചേർക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മളുടെ ഒരു ചെമ്പ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചീരയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കാന്താരിമുളക് കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ നമ്മളുടെ ഈ ഒരു ചെമ്പിന് ഫുള്ളായിട്ടെന്ന് പറയുന്നത് പോലെ ഇല നന്നായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവൊക്കെ ഒന്ന് പാകമായി വരുമ്പോൾ ഇലക്ക് നന്നായിട്ട് ഒതുങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ഇലയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇല കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നിയിട്ട് ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് അധികമായിട്ട് പോവും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കുറച്ച് ഉപ്പ് മാത്രം ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതാ ജസ്റ്റ് ഇതൊന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്. കാരണം നമ്മളെ കറിവേപ്പിലയും കടുകൊക്കെ താഴെ ഇരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്തു. അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കാന്താരിമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോഴേക്ക് ഇത് നമ്മളുടെ ചീര ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ നമ്മളുടെ ചട്ടിയുടെ അടിഭാഗത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോഴേക്ക് ഇത് ഉമ്മച്ചി തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചീരയൊക്കെ പാകത്തെ വേവായി വന്നപ്പോൾ നമ്മൾ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചീര പെട്ടെന്ന് തന്നെ വേവായി കിട്ടും കേട്ടോ. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ചീര നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഓവർ വേവൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളിത് വിറകടുപ്പിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. അതുപോലെ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, കാന്താരിമുളക് യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യലാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വലിയൊരു ചെമ്പിലൊക്കെ വെച്ച് ചീരത്തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ചെമ്പിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഉപ്പേരിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളിത് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം റെഡിയാക്കി എടുത്താൽ എന്തായാലും വീണ്ടും വീണ്ടും റെഡിയാക്കി എടുക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണക്കൽ മീൻ അടുപ്പിലിട്ട് ചുട്ടെടുത്തിട്ട് നമ്മൾ പച്ചപ്പുളിങ്ങയും ചേർത്തിട്ട് ഒരു കിഡിലൻ ചമ്മന്തി പറയുമ്പോൾ തന്നെ നമുക്ക് വായുന്ന വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചപ്പുളിയും കാന്താരി മുളകും അതുപോലെ നമ്മൾ ചുട്ടെടുത്ത മീനും ചേർത്തിട്ട് നല്ല അടിപൊളി ചമ്മന്തി ഉമ്മച്ചി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉമ്മച്ചി ഇങ്ങനെ കേട്ടോ ഓരോ ദിവസവും ഓരോ ടൈപ്പിലുള്ള ചമ്മന്തിയാണ് കേട്ടോ 10 മണിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുക. ചില ദിവസങ്ങളിൽ തേങ്ങാ ചമ്മന്തി, ചിലപ്പോൾ ഇതുപോലെ മീനും പുളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒക്കെ റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പം അടിപൊളി പുളി ചമ്മന്തിയും അതുപോലെ ചീരത്തോരനും, പിന്നെ ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ ഉണക്കൽ മീൻ വറുത്തതും അതുപോലെ കൊണ്ടാട്ടം മുളകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇനിയൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ തോരനൊക്കെ കൂട്ടി ഇങ്ങനെ നമ്മളുടെ കുറച്ച് ചമ്മന്തിയും അതുപോലെ ഉണക്കൽ മീനും അതുപോലെ നമ്മളെ കൊണ്ടാട്ടം മുളകൊക്കെ കടിച്ചിട്ട് നമ്മളിതിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ചോറ് കഴിക്കുന്നതിനെ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ മതിമറന്ന് കഴിച്ചു പോവും. കാരണം നമ്മൾ ഇങ്ങനെ ഈ ചിക്കനും ബീഫൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള തനി നാടൻ റെസിപ്പീസ് നമ്മൾ എന്തായാലും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു റെസിപ്പികളോടൊക്കെ താല്പര്യം കുറവാകും. പക്ഷേ നമ്മൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മളെ മക്കളെ കൂടെ കഴിപ്പിച്ച് ശീലിപ്പിക്കേണ്ടത് നമ്മളാണ് കേട്ടോ. കാരണം ഇപ്പോൾ പൊതുവെ മക്കൾക്കൊക്കെ വെറും ചിക്കന് എന്നുള്ള അതും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചിക്കനൊന്നും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ഇങ്ങനെയുള്ള ഇലക്കറികളും അതുപോലെ നമ്മളെ നാടൻ ചമ്മന്തി അങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നമ്മളുടെ മക്കൾക്ക് ധൈര്യത്തോടു കൂടി എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കൊടുക്കുക. പക്ഷേ നമ്മൾ ഈ ചിക്കനൊക്കെ അതുപോലെ മുട്ട, ചിക്കൻ ഇതൊക്കെ ഓവർ നമ്മൾ കഴിക്കാതിരിക്കുക നല്ലത്. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നല്ല, അതിനൊക്കെ ഒരു പരിമിതപ്പെടുത്തിയിട്ട് ഇലക്കറികളൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തുക. എങ്കിലേ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ച് നമുക്ക് എന്തിനും നേരിടാനുള്ള ഒരു ശക്തിയും കഴിവൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിവിടെ 10 മണിക്കാണ് കഴിക്കുന്നത് കേട്ടോ. കാരണം നമ്മളിന്ന് രാവിലെ ഇപ്പോൾ നൂഡിൽസൊക്കെ അല്ലേ കഴിച്ചത്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ പെട്ടെന്ന് വിശക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ എനിക്ക് ഈ തോരനും എല്ലാം കണ്ടപ്പോൾ കഞ്ഞിയൊന്നും കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് കഴിച്ചതാണ്. ഞാനിപ്പോൾ പൊതുവേ 10 മണിക്കൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുടെ ഒരു ചമ്മന്തിയും നമ്മുടെ ഇലത്തോരനും എല്ലാം കൂടി കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ട് കഴിക്കുകയാണ്. കാരണം നമ്മളിനി ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ തോരൻ കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തോരനും ചമ്മന്തിയൊക്കെ കഴിക്കാനുള്ളൊരാഗ്രഹം കൊണ്ട് കുറച്ച് ചോറ് എടുത്തിട്ട് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ സിനു ആണ് ഇന്ന് അടിച്ചു വരുന്ന ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിനുശേഷം ഇപ്പം നിലം തുടക്കുന്ന ഡ്യൂട്ടി ഞാനാണ് കേട്ടോ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഷൺമോൾ ഇവിടെ ഉള്ളിയൊക്കെ തൊലിക്കാൻ താത്താനും ഉമ്മച്ചിനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താത്ത ബിരിയാണിയിലേക്കുള്ള ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചിയും താത്തയും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനും സിനും ഷാലും കൂടെയാണ് ക്ലീനിങ് ഡ്യൂട്ടിയൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അടിച്ചു വരെ തുടക്കുക, അതുപോലെ അലക്ക്, മെഷീനിലുള്ളത് തുണികളൊക്കെ ഡ്രൈൻ ചെയ്യുക, ഞങ്ങളാണ് ഏറ്റെടുത്തത്. അപ്പോൾ കുറച്ച് സാധനമൊക്കെ കുറവായത് ഉമ്മച്ചി കടയിൽ പോയിട്ട് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷനുമോള് തകൃതിയായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാര്യത്തിൽ ഉള്ളിയൊക്കെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്ന ഗ്യാപ്പ് നോക്കിയിട്ട് ഷാലുമോൾ ഇവിടെ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ, നിലം തുടക്കുന്നതായിട്ട്. ശരിക്കും ഞാനാട്ടോ നിലം തുടച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം സിനുവിനൊരു പണിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൈൻ ചെയ്ത തുണികളൊക്കെ നയലിൽ വിരിച്ചിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരുപാട് തുണികളുണ്ടാവും. അപ്പോൾ ഡ്രൈൻ ചെയ്യാനും ഒറ്റ പ്രാവശ്യം പറ്റില്ല, 2-3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് ഡ്രൈൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അവളെ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ഇലക്ട്രിക് റീഡിങ് നോക്കിയിട്ട് ഒരാൾ പോകുന്നത് നോക്കിയിട്ട് നിൽക്കുക കേട്ടോ. ഷിതുമോന് അവൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവന് ഓടി പോവുകയാണ്. അതുപോലെ തന്നെ ഷനും ആരാ വന്നത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ, ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവരുടെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഓരോരുത്തരുടെ ബുക്കും അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പിലാണ്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ അവരുടെ ബാഗിലൊക്കെ ഇട്ടിട്ടാണ് ബുക്കൊക്കെ കൊണ്ടുവരാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ ഒരു സൈഡിൽ അവർ അടുക്കി വെക്കും. പിന്നെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ടേബിളിലേക്ക് ഇരിക്കും. ഇവിടെ ആകുമ്പോൾ കുറച്ച് റേഞ്ച് ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ടാണ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഓരോരുത്തരായിട്ട് കേൾക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നിലം തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉള്ളി തൊലിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി ഫുള്ള് ഉള്ളികളും ഫുള്ളായിട്ട് തൊലിച്ച് വെച്ചിട്ട് ഉമ്മച്ചിയുടെ വേറെയുള്ള മറ്റുള്ള പരിപാടികളിലേക്കൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് 2 ആടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെ നോക്കാനും വെള്ളം കൊടുക്കാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്ത എന്നോട് പറഞ്ഞു, നീ എനിക്ക് പെട്ടെന്ന് ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് തരുമോ എന്നുള്ളത്. കാരണം അവർക്ക് കട്ട് ചെയ്യുന്നതിലേറെ പെട്ടെന്ന് എനിക്ക് ഉള്ളി കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സത്യത്തിൽ അവർ ചെയ്യുന്നതിലേറെ പെട്ടെന്ന് ഞാൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഷിതുമോനെ കുളിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുളിക്കാനൊക്കെ ആവുന്നതിൻ്റെ മുന്നേ ഇതുകൂടെ കട്ട് ചെയ്തിട്ടാണ് പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് താത്ത ഇതിലേക്ക് വേണ്ട തക്കാളി, ചപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാനും എല്ലാത്തിനും വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വേണം ഷിതുമോനെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ താത്തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളി കട്ട് ചെയ്യുന്ന പരിപാടി അതോടുകൂടി തീർന്നു കേട്ടോ. അപ്പോഴേക്ക് താത്ത കലൊക്കെ വെച്ചിട്ട് കലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ മുന്നേ 1-2 വ്ളോഗിലൊക്കെ ബിരിയാണി റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല. ഉമ്മച്ചിയുടെ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഒരു വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനൊക്കെ ചേർത്തിട്ട് നമ്മൾ ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചേർത്തിട്ടൊന്ന് ദമ്മിട്ടെടുക്കണം. അതും കൂടെ ആയാൽ പിന്നെ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് തുണികൾ കൂടെ വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നു ഡ്രൈൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ടൊന്ന് ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. പിന്നെ എല്ലാവരുടെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണിയൊക്കെ വിളമ്പി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ എടുത്തിട്ട് ചോറ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഉമ്മച്ചി മസാലയൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സത്യം പറയാമല്ലോ, ചോറ് ഒരു ഇത്തിരി വേവ് അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെച്ചിട്ട് താത്ത ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ചോറ് ചെറുതായിട്ടൊന്ന് വേവ് അധികമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരും ഞങ്ങൾ കഴിച്ചപ്പോൾ എല്ലാവരും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി ഒരു സമയം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് തട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഷിതുമോനൊക്കെ ഒന്ന് ഉറക്കി. അതിനുശേഷം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം ഷനുമോൾക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ഇലകൾ വെച്ചിട്ട് അനിമൽസിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മയിലിൻ്റെ രൂപമാണെന്ന് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ട ചെടികളുടെ ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു ബട്ടർഫ്ലൈഡ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ട ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കറക്റ്റായിട്ടുള്ള സൈസൊക്കെ നോക്കിയിട്ട്. പിന്നെ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഷിതുമോൻ ഉറങ്ങുന്ന ടൈമിൽ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചുറ്റിപ്പറ്റി അങ്ങനെ തട്ടിയും ഒക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ മയിലിൻ്റെ രൂപമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ പാവക്കയുടെ ഇല വെച്ചിട്ടൊരു ബട്ടർഫ്ലൈയുടെ രൂപവും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിതുമോനൊക്കെ ഉണർന്നു.
അതിനുശേഷം ഷിതുവിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അവൻ്റെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അവനെയും കൊണ്ട് ഷോപ്പിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് അവനോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിവിടെ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ നടത്തുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് കട്ടിങ്ങൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അവനെ വിളിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് നാളായിരുന്നു കേട്ടോ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊറോണയൊക്കെ ആവുകൊണ്ട് ഷോപ്പിലേക്ക് പോകാൻ മടിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ പോവാതിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവന് ബിരിയാണിയൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു ഈറ്റിംഗ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് തുടങ്ങിയാലോ? ഓക്കെ അല്ലേ ഷനു? ഓക്കെ അല്ലേ? ആ ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട്. ഷിതുമോൻ ഓൾറെഡി ഈറ്റിംഗ് തുടങ്ങിക്കണം കേട്ടോ. ഷിതു സ്പീഡപ്പ് ചെയ്യണം. ദാ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ തൊലി പൊളിച്ച് പെട്ടെന്ന് കഴിച്ചോ. ആരാണ് ഷിതുമോനാവട്ടോ ഫസ്റ്റ്. വെള്ളം വേണോ? ആരൊക്കെ? ഷാനുമോള് നല്ല വിഴുങ്ങലാണല്ലോ. ചവച്ചിറക്കിക്കോ. ആരെ ഫസ്റ്റ്? മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഓക്കെ ഷിതുമോ ഫസ്റ്റ് ആണ് കേട്ടാ. പെട്ടെന്ന് കഴിക്കണം. കഴിഞ്ഞോ? ആരുടെയാണ്? നല്ല ആപ്പ് ചെയ്യട്ടെ. കഴിച്ചോ ആരാ നോക്കട്ടെ. അല്ല വായന്നിറങ്ങിയാലുള്ള പറ്റേട്ടോ. അല്ലല്ല ഷനു പറ്റില്ല തുപ്പാൻ പാടില്ല. സിനുവിൻ്റെ ലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? ഷനു അതാണ് കള്ളത്തരം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് കേട്ടാ. ഷിതു എന്തായി? ഷിതുമോന്റെ ആര് ഫസ്റ്റ്? പഴത്തൊലി കാണട്ടെ. എവിടെ ഫുള്ളായിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണല്ലോ. ഷാലുകളുടെ ആട്ടെ. വെരി ഗുഡ്. ഷിതുമോന്റെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് ആര് ഫസ്റ്റ് കഴിഞ്ഞു? കൺഗ്രാറ്റുലേഷൻ. ആ ഓക്കെ ഷിതു ആണ് കേട്ടാ ഫസ്റ്റ്. സെക്കൻഡ് സിനു ആണ്. അപ്പം അങ്ങനെ ഈറ്റിംഗ് ചലഞ്ചൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഫസ്റ്റ് വിന്നറായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ്. ഷാലുമോളാണ് ഫസ്റ്റ് വിന്നറായത്. പിന്നെ സെക്കൻഡ് സിനു, ലാസ്റ്റാണ് ഷനുമോളായത്. ഷനുമോൾക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവൾ പഴം എല്ലാം കൂടെ വായിൽ കുത്തി കയറ്റി വെച്ചിട്ട് ചവച്ചെറുക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൾക്ക് അത് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഷാലുമോൾ സാവകാശം പെട്ടെന്നാണെങ്കിലും അത് വായന്ന് ചവച്ചിറക്കി കഴിച്ചതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ വിൻ ചെയ്യാനും പറ്റി. പിന്നെ നമ്മൾ 2 പഴമായിരുന്നു കേട്ടോ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷനുമോൾ പരാജയപ്പെട്ടത് കാരണം അവൾ വീണ്ടും നമുക്കൊരു പഴം കൂടെ വെച്ചിട്ട് മത്സരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാദിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 പഴം തന്നെ നമ്മൾ പിന്നെ മൂന്നാമതൊരു പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് വയറിന് പ്രശ്നം വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ രണ്ടാമതൊരു മത്സരമൊന്നും വെച്ചില്ല കേട്ടോ. പിന്നെ ഷിതുമോനെ നമ്മൾ വെറുതെ തമാശക്ക് വേണ്ടി ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര ആഗ്രഹം നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോഷൂട്ട് കുറച്ച് ചെയ്യാന്നുള്ളത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പിന്നെ അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് ഫോട്ടോസും സെൽഫിയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. ഷിതുമോൻ അതിൻ്റെ ഇടയിലൂടെ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തതൊന്നും പോരാഞ്ഞിട്ട് അവർ മറ്റേ ഫോൺ എടുത്തിട്ട് വേറെ ഫോൺ എടുത്തിട്ട് അവർ തന്നെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ടൈം പോയി. ഷിതു ആണെങ്കിൽ ഇതിൻ്റെ മുകൾക്ക് കയറിയ സന്തോഷത്തിൽ ഭയങ്കര, അവന് ഫോട്ടോ ഒന്നും വേണ്ട, അവന് ഭയങ്കര കളിയാണ്. പിന്നെ ടെറസിൻ്റെ ഈ സൈഡിൽ ഉമ്മച്ച് കുറേ കൊടമ്പുളിയൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊടമ്പുളിയുടെ തൈകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രാവിലെ വീണ് കിട്ടുന്ന കൊടമ്പുളികളൊക്കെ കട്ട് ചെയ്തിട്ട് ഉമ്മച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടും കേട്ടോ, ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ദിവസത്തേതും സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി വന്നതും അല്ലാത്തതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷനുമോൾ ഇവിടെ ഭയങ്കര സെൽഫി പ്രകടനമാണ് കേട്ടോ. അവൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ ഷാലും സീനും ഇവിടെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ കൊടമ്പുളിയുടെ തൈയിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കൊടമ്പുളിയുടെ തൈ കേട്ടോ. കായകളൊക്കെ കുറച്ച് കുറവാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഷനുമോളുടെ ഒരു അടിപൊളി സെൽഫി പ്രകടനം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ്, എന്തിനാ ജീൻസ് അയച്ചണേ? എന്താ പെണ്ണ് ജീൻസ് അയച്ചു കൊടുക്കണ അത്ര? എന്താണ്, ഉറുമ്പുണ്ടാ? അടിപൊളിയായിട്ട് പൂവൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ. ഉറുമ്പ് ആ പൂവിനകത്ത് ഉറുമ്പുണ്ടാവാറുണ്ട്. ഇനി ഉറുമ്പുണ്ടോ നോക്ക്. ഇതെന്താ ഭ്രാന്തന്മാരെ ചെവിയില് ചെമ്പരത്തിപ്പൂ വെക്കണ പോലെ. അപ്പോൾ അങ്ങനെ മക്കളുടെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻസും നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് കേട്ടോ. കമൻസ് കാണുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ പിന്നെ ഇനി ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. എങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു വെറൈറ്റി എപ്പിസോഡുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.